പക്ഷെ ഇതിൻ്റെ പിറകിൽ തീർച്ചയായും കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സോമണ്ണയാണ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് കാര്യം ഒരു തർക്കം വേണ്ട. അതിൻ്റെ ഒരു രാഷ്ട്രീയ താല്പര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കാനെടുത്ത തീരുമാനത്തിനെതിരെ ആഗസ്റ്റ് 26 തിരുവോണ ദിവസം പാലക്കാട് DRM ഓഫീസിന് മുമ്പിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ MP-മാർ ഉപവാസ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഓൺലൈനിൽ ചേർന്ന MP-മാരുടെ യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. അതിൻ്റെ വസ്തുതകൾ കുറേ ഇവിടെ ഈട്ടി പറയുമുണ്ടായി. ഒന്നിതിൻ്റെ അകത്ത് പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുണ്ടായത് അന്നത്തെ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി വേലു, അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് സേലം, കോയമ്പത്തൂരെല്ലാം വെട്ടിമുറിക്കുകയും സേലം ഡിവിഷൻ രൂപീകരിക്കുകയും അത് സദേൺ റെയിൽവേയുമായി ബന്ധപ്പെടുത്തുകയുമുണ്ടായി. അതിനുശേഷം നടക്കുന്ന രണ്ടാമത്തെ ഒരു ക്രൂരതയാണ് നമ്മോട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് റെയിൽവേ ഡിവിഷനെ സത്യം പറഞ്ഞാൽ അതിൻ്റെ 2 ചിറകുകളും വെട്ടി എറിയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ അത് കുറഞ്ഞു വരുമെന്ന് ഭയപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പം നേരത്തെ ET പറഞ്ഞു, നമ്മുടെ ഈ പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ വരുമാന സ്രോതസ് കൂടുതൽ മംഗലാപുരം പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. 16ഓളം ട്രെയിൻ നമുക്ക് അവിടുന്ന് ഒറിജിനേറ്റ് ചെയ്യാനും ടെർമിനേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. 1000 കോടിയിൽ പരം നഷ്ടമാണ് നമുക്ക് വരിക. 1000 കൂടും. കണക്കനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് 1200 കോടികൾ നഷ്ടം വരും നമുക്ക് മംഗലാപുരം റെയിൽവേ മേഖല നഷ്ടപ്പെട്ടാൽ നമുക്കുണ്ടാകുന്ന നഷ്ടമാണ് ചൂണ്ടിക്കാണിച്ചത്. അതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ കീഴിൽ മൈസൂർ ഡിവിഷനുമായി ചേർക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുകയാണ്. ഇത് നേരത്തെ ഈ ശ്രമം ഉണ്ടായിരുന്നു 3-4 വർഷം മുമ്പ്. ഞങ്ങളെന്നൊക്കെ അതിശക്തമായി എതിർത്തോടു കൂടിയാണ് അത് പിന്നോട്ട് പോയത്. ഒരു പ്രാദേശികവാദം വല്ലാതെ ഉയർന്നു വരികയാണ്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തൊരു തീരുമാനമുണ്ടായിരുന്നു. നമ്മുടെ ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസ് ട്രെയിൻ മറ്റേ നമ്മുടെ ഇവിടെ മാംഗ്ലൂർ വഴിയുള്ള ഹാസൻ വഴിയില്ലേ, അത് നേരത്തെ ഞാൻ തന്നെ പേഴ്സണലായിട്ട് പോയി നേരത്തെ ഇവരെല്ലാം കണ്ട് ഹുബ്ലിയിൽ പോയി അവിടുത്തെ GM-നെ കണ്ടു, ചെന്നൈ GM-നെ കൊണ്ട് എല്ലാവരും സംബന്ധിച്ചോടുകൂടി ടൈം ടേബിൾ പോലും ഒരുക്കി റെഡിയായി, എക്സ്റ്റൻഷൻ തീരുമാനമായി. പക്ഷേ മംഗലാപുരത്ത് അന്നത്തെ MP പരാതി കൊടുത്ത് നിർത്തിവെക്കപ്പെട്ടു. പിന്നെയും പിറകെ നടന്നിട്ടാണ് വീണ്ടും എക്സ്റ്റൻഷൻ ഇപ്പോൾ യാഥാർത്ഥ്യമായി കോഴിക്കോട് നീട്ടിക്കിട്ടിയത്. ഇതൊക്കെ ഒരു പ്രാദേശികവാദമാണ്. ഇന്നിപ്പോൾ ഞാൻ കേട്ടത് കർണാടകത്തിൽ ഇതുമായി ഒന്നും വലിയ ആഘോഷമാണെന്ന് കേട്ടു. മംഗലാപുരത്ത് ഭാഗത്തൊക്കെ ഞാൻ കേട്ടത്, ശരിയോ തെറ്റോ എനിക്കറിയില്ല. പക്ഷെ ഇതിൻ്റെ പിറകിൽ തീർച്ചയായും കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സോമണ്ണയാണ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് കാര്യം ഒരു തർക്കം വേണ്ട. അതിൻ്റെ ഒരു രാഷ്ട്രീയ താല്പര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ എല്ലാ MP-മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന ഗവൺമെൻറ്റിലെ കാര്യങ്ങൾക്ക് വേണ്ടി അതിശക്തമായിട്ടുള്ള വികാരം കേന്ദ്രത്തെ അറിയിച്ചു കഴിഞ്ഞു. ഞങ്ങളെല്ലാം ഇന്നലെ ഇന്നുമായി എല്ലാവരും ബന്ധപ്പെടുകയാണ്. പക്ഷേ ഈ വിഷയത്തിൽ കേരളത്തിലെ BJP എന്തു പറയുന്നു? കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്തു പറയുന്നു? ഈ നടപടിയോട് സുരേഷ് ഗോപി അനുകൂലമാണോ എതിരാണോ? കേരളത്തിലെ BJP ഇതിന് അനുകൂലമാണോ എതിരാണോ? അത് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഉത്തരവും അവർ നൽകേണ്ടതുണ്ട്. കേരളത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്.
പ്രത്യേകിച്ച് കേന്ദ്ര ഭരണകക്ഷിയുടെ ഭാഗമാണ് അവർ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഞങ്ങളുടെ തിരുവോണ ദിവസം എടുക്കുന്ന ഉപവാസം നിരാഹാരം അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ എംപിമാരുടെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി അന്ന് ഞങ്ങൾ സൂചനയായി ഈ സമരമാണ് നടത്തുന്നത്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ നടത്തേണ്ട സമരത്തെക്കുറിച്ച് തീരുമാനമെടുത്തില്ല. ഞങ്ങൾ 26-ന് മാത്രമേ തീരുമാനമെടുക്കൂ ഏത് രൂപത്തിൽ സമരം വേണം ഡൽഹിയിൽ. അത് 26-ന് ഉപവാസം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിന്മാറിയേ പറ്റൂ, റെയിൽവേ ബോർഡ് പിന്മാറിയേ പറ്റൂ, ഒരു തർക്കം വേണ്ട. ആ പിന്മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള ഒരു നിലപാടും സമരവും ഡൽഹിയിൽ നടത്തണം എന്നുള്ളതാണ് ഇന്നലെ രാത്രി ചേർന്ന എംപിമാരുടെ ഓൺലൈൻ യോഗത്തിലുണ്ടായ തീരുമാനം. കാരണം ഇത് വന്ന് സത്യം പറഞ്ഞാൽ കേരളത്തെ ഞെരുക്കിക്കൊള്ളുകയാണ്. ഞാൻ ഒറ്റ ഉദാഹരണം, ഇന്നലെ തന്നെ ഒരാൾ ഇവിടെ നാഗർകോവിൽ തന്നെ വിളിച്ച ഒരാളുണ്ട്. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോൾ കന്യാകുമാരി ട്രിവാൻഡ്രം ഡിവിഷനിലാണ്, അവിടെ ഒരു വികാരം ഉണ്ടാക്കിയിരിക്കുന്നു, കന്യാകുമാരി മധുര ഡിവിഷനോട് ചേർക്കണം എന്ന് പറഞ്ഞാൽ വന്ന് കേരളത്തിലെ റെയിൽവേ വികസനം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം ഇവിടെ വളർന്നു വരികയാണ്. അതിൻ്റെ ഉത്തരവാദി റെയിൽവേ ബോർഡാണ്, കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇത് നാളെ എൻ്റെ ഭയപ്പെടുന്ന നാളെ ഇതെല്ലാം വന്ന് ഈ 2 ഡിവിഷനും ഒന്നായി മാറുമോ എന്നുകൂടി ഞാൻ ഭയപ്പെടുകയാണ്. അതിലേക്ക് ഇത് എത്തിക്കുമ്പോൾ ഭയപ്പെടുകയാണ്. അപ്പോൾ സാമ്പത്തിക വരുമാനം സ്രോതസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വയബിൾ ആവില്ല. അതുകൊണ്ട് കേരളത്തിൽ ഒരു ഡിവിഷൻ മതി, 2 ഡിവിഷൻ വേണം, ഒക്കെ കേന്ദ്രത്തിൽ തീരുമാനിക്കാം. പക്ഷെ ഇത് തീർത്തും കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയാണ്, മലബാറിനോട് കാണിക്കുന്ന അവഗണനയാണ്. പ്രത്യേകിച്ച് മലബാറിനോട് കാണിക്കുന്ന അവഗണന എന്ന് പറയാൻ കാരണം നമുക്ക് 10ഓളം മെമു സർവീസ് അനുവദിച്ചു നേരത്തെ. മലബാറിന് ഒന്ന് മാത്രമേ നിങ്ങൾ ആലോചിക്കണം. അവിടെയും ഒരു അന്തരമുണ്ട്, അവിടെയും ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളുടെ ഒടുവിലാണ് ഈ ഒരു കൊലച്ചതി റെയിൽവേ ബോർഡും കേന്ദ്രവും ചെയ്തിട്ടുള്ളത്. അതിനെതിരെയുള്ള ജനങ്ങളുടെ സമ്പൂർണമായ പിന്തുണ നേടിക്കൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു ശക്തമായ സമരവുമായി എംപിമാർ തുടക്കം കുറിക്കുന്നു. ബാക്കി എല്ലാ ജനപ്രതിനിധികളെയും ഞങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തുടർന്നുള്ള സമരങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. ഇത് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. ഞാൻ ഒരുപാട് കാലമായി ഈ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ പിറ്റ് ലൈൻ വേണ്ടി ചോദിക്കുകയാണ്. ഒരുപാട് കാലം അതിൻ്റെ ഇൻസ്പെക്ഷനിൽ കഴിഞ്ഞ് അനുകൂലമായി റിപ്പോർട്ട് പോയതാണ്. പിന്നീട് അത് കിട്ടിയില്ല. അന്ന് പറഞ്ഞ കാരണം എന്താ, മംഗലാപുരത്ത് പിറ്റ് ലൈൻ ഉണ്ട്, മംഗലാപുരം സ്റ്റേബിളിംഗ് ആയിട്ടുള്ള ലൈനാണ്, അതുകൊണ്ട് അവിടെ പിറ്റ് ലൈൻ ഉണ്ട്, ഡിസ്റ്റൻസ് പ്രശ്നമാണെന്ന് പറഞ്ഞു. അതേസമയം തിരുവനന്തപുരം ഡിവിഷൻ എടുത്തു നോക്കിയാൽ 6 or 7 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പിറ്റ് ലൈൻ കാണാം. അവിടെ ഡിസ്റ്റൻസ് ബാധകമല്ല. എല്ലാം കൊണ്ട് മലബാറിനോട് കാണിക്കുന്ന അവഗണന ചെറുതല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദാഹരണം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു സമരം മാധ്യമങ്ങളും ഏറ്റെടുക്കണം, അത് എല്ലാവരും ഏറ്റെടുക്കണം. കാരണം ഇത് ഇവിടെ കൂടെ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഞാനിവിടെ പറഞ്ഞ മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ കേരളത്തിലെ റെയിൽവേയുടെ ഇപ്പം 3rd and 4th ലൈൻ മിനിസ്റ്റർ പ്രഖ്യാപിച്ചു, മംഗലാപുരത്ത് നിന്ന് ഷൊർണൂർ വരെ. ആ DPR നേരെക്കൂടെ തയ്യാറായി എന്നാണ് കേട്ടത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നാളെ അതിന് പോലും സാധ്യത ഉണ്ടോ എന്ന് സംശയിക്കാം. ഡെവലപ്മെന്റിനൊക്കെ ബാധിക്കും, നമ്മുടെ എല്ലാ ഡെവലപ്മെന്റും ബാധിക്കും. കേരളത്തിൻ്റെ മലബാറിൻ്റെ റെയിൽവേ പുരോഗതിക്ക് ഏറ്റവും തടസ്സമായി നിൽക്കാൻ സാധ്യതയുള്ള ഇതിലേക്ക് എത്തുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചത്. അതുകൊണ്ട് അടിയന്തരമായും എടുത്ത തീരുമാനം റദ്ദ് ചെയ്യണം. ഒക്ടോബർ 1 മുതലാണ് നിലവിൽ വരിക എന്നാണ് വന്നിട്ടുള്ള ഉത്തരവിൽ പറഞ്ഞത്, നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത്. അതുകൊണ്ട് നിർബന്ധമായും അത് എടുത്ത തീരുമാനം പിൻവലിച്ചുകൊണ്ട് വീണ്ടും പഴയതുപോലെ പാലക്കാടിനോട് ചേർക്കാനുള്ള ഒരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ്റും റെയിൽവേയോട് എടുത്തേ പറ്റൂ. അത് എടുക്കുന്നവരെയുള്ള ശക്തമായ സമരം എല്ലാ അർത്ഥത്തിലും
MP മാർ ഡൽഹിയിലും സ്വീകരിക്കും. കേരളത്തിൽ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമരം നടത്താനാണ്, ജനകീയ പ്രക്ഷോഭം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ശക്തമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ എതിർപ്പ് കേന്ദ്രത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ എല്ലാ ഗവൺമെൻറ് ആണെങ്കിലും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും, എല്ലാ പൊതുപ്രസ്ഥാനങ്ങളാണെങ്കിലും, എല്ലാ സംഘടനകളും, ജനപ്രതിനിധികളെല്ലാം, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ MLA മാർ ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഒരുമിച്ച് ഒരു ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റാനാണ് ഞങ്ങൾ ഇന്നലെ യോഗത്തിൽ തീരുമാനമെടുത്തത്. അതുമായി മുന്നോട്ട് പോവുകയാണ്. ഈ കാര്യത്തിൽ മാധ്യമങ്ങളുടെ സമ്പൂർണമായ ഒരു സഹായം, സഹകരണം ഉണ്ടാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 5/20 മംഗളൂരു MP ബ്രിജേഷ് പിള്ളയെ സംബന്ധിച്ചുള്ള ഓർഡർ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്താണ്ട് തങ്ങൾ നേടിയെടുത്തു എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തത് നമ്മൾ ഈ വിഷയം അറിയുന്നത് 9:40 കൂടിയാണ്. ഇനി ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നു, ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള നടപടികൾ തുടങ്ങിയെന്ന് റെയിൽവേ പറയുന്നുണ്ട്. തീരുമാനം റിവോക്ക് ചെയ്യാനുള്ള സാധ്യത സ്വാഭാവികമായിട്ട് കുറവായിരിക്കുമല്ലോ. പാലക്കാട് ഒരു ഡിപ്പോ പോലും ഇല്ലാത്ത ഡിവിഷനായി മാറി. കഴിഞ്ഞ തവണ 2007 സേലം ഡിപ്പോ, സേലം കോച്ച് ഡിവിഷൻ, കോച്ച് ഫാക്ടറി ആയിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്. ഒരു ഡിപ്പോ എങ്കിലും വാങ്ങിയെടുക്കാനുള്ള നടപടിയല്ലേ വേണ്ടത്? പുതിയതായിട്ട് അല്ല, ഞാൻ അവിടെയാ പറഞ്ഞത്, ഈ കേരളത്തോട് കാണിക്കുന്ന അവഗണന വളരെ വ്യക്തമായി വരികയാണ്. കേന്ദ്ര ഗവൺമെൻറ് വളരെ പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കുന്നു. ഇപ്പോൾ എയിംസ് ഇനിയും പ്രഖ്യാപിക്കുന്നില്ല. കാരണം ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വേണം എന്ന അർത്ഥത്തിലേക്കാണ്. ഈ അടുത്ത ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രി ബഹുമാനായ നദ്ദാജി MP മാരുടെ, കേരളത്തിലെ MP മാരുടെ യോഗം വിളിക്കുമ്പോൾ ഞങ്ങളെല്ലാം പോയി. ഞാനായി വിഷയം ഉന്നയിച്ചത്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് എയിംസിൻ്റെ നിലപാട്, എപ്പോഴും എയിംസ് അനൗൺസ് ചെയ്യും? ഇവിടെ കിനാലൂർ ലാൻഡെല്ലാം തയ്യാറായിരിക്കുന്നു, ഭൂമിയെല്ലാം. അദ്ദേഹം പറഞ്ഞ മറുപടി അനൗൺസ് ചെയ്യും, തീരുമാനം എടുത്തില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡിസിഷന് വേണ്ടിയാണ്. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ താല്പര്യം തന്നെയാണ് പ്രധാനം. അതിപ്പോൾ ഞാൻ പറഞ്ഞ കേരളത്തിലെ BJP ഈ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന അഭിപ്രായക്കാരൻ ഞാൻ. ഈ എല്ലാ വിഷയങ്ങളിലും നാടിൻ്റെ പൊതുവായ വിഷയമാണ്, ഏതെങ്കിലും പാർട്ടിയുടെ വിഷയമല്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ എല്ലാവരുമായി സംസാരിക്കാണ്, BJP നേതാക്കളുമായി സംസാരിക്കുക കേരളത്തിലെ. കാരണം ഇങ്ങനെ പോയാൽ കേരളം ഒരു രംഗത്തും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരും. സംശയം നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ തീരുമാനിച്ചത് പ്രത്യേകിച്ച് മലബാറിലെ MP മാർ എല്ലാവരും ഉണ്ടാകണം, അല്ലാത്തവർ എല്ലാവർക്കും ഒന്ന് പങ്കെടുക്കാം എന്നാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുമോ? വയനാട്ടിൽ നിന്നുള്ള MPയുടെ പ്രിയങ്ക ഏതാ? പ്രിയങ്ക ഗാന്ധിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അല്ല, അവരെല്ലാം ഇടപെട്ട വിഷയമാണ്. എല്ലാവരും ഇടപെട്ട വിഷയമാണ്. എല്ലാവരും മന്ത്രിയുമായി സംസാരിച്ചു, ഉദ്യോഗസ്ഥന്മാർ. ഞാൻ ഇന്നലെ GM ആയി സംസാരിച്ചു ചെന്നൈ. GM അറിയില്ല. ഈ തീരുമാനം ഒരു നിഗൂഢമായ രീതിയിലാണ് ഇത് പുറത്തു വരുന്നത്. നിങ്ങൾ ആലോചിക്കണം. ആരും അറിഞ്ഞില്ല. ഇതിപ്പോ നേരത്തെ ഒരു ശ്രമം ഉണ്ടായിരുന്നു. ആ ശ്രമം ഞങ്ങൾ അറിഞ്ഞു. അന്ന് എല്ലാവരും ഒരുപോലെ ഒപ്പോസ് ചെയ്തു ഈ നീക്കത്തിനെതിരെ, പുറകോട്ട് പോയി. ഇതിപ്പോൾ ഒരാളും അറിയാതെ ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയം തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കേന്ദ്ര റെയിൽവേ സഹമന്ത്രി കർണാടകക്കാരനായ സോമണ്യാണ്. അതിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ നടക്കില്ല. തർക്കം നിങ്ങൾക്ക് വേണ്ട. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് സുരേഷ് ഗോപി എന്തു പറയുന്നു? കേരളത്തിൻ്റെ മന്ത്രിയാണ്, കേന്ദ്രത്തിൽ നിന്നുള്ള മന്ത്രി. അദ്ദേഹം പറയണം എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിന് പറയാൻ ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട് പറയണം. ഈ പാലക്കാട് ഡിവിഷൻ പോയി, ഇത് BJPയുടെ ഒരു കേരള വിരുദ്ധതയാണ് പ്രകടമാകുന്നത് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ അകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ സംസാരിക്കണ്ടേ? ഇത് കേവലം ഒരു പാർട്ടിയുടെ വിഷയമല്ല, ഒരു പ്രദേശത്തിൻ്റെ വിഷയമല്ല. ഇത് എല്ലാവരും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് കേരളത്തിലെ മന്ത്രി സുരേഷ് ഗോപി മുൻകൈ എടുക്കണം എൻ്റെ അഭിപ്രായക്കാരൻ ഞാൻ. കേരളത്തിലെ BJP നേതൃത്വം മുൻകൈ എടുക്കണം ഈ വിഷയത്തിൽ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്,
കേരളത്തിൽ പോയ മന്ത്രി സുരേഷ് ഗോപി മുൻകൈയെടുക്കണം. കേരളത്തിലെ BJP നേതൃത്വം മുൻകൈയെടുക്കണം. കേരളത്തോടും മലയാളികളോടും കാണിക്കുന്ന കടുത്ത അവഗണനയാണ്, അപമാനമാണ് കാര്യമേത്. ഈ കേരളം എന്നൊരു സംസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം വരികയാണ് നിങ്ങൾ ആലോചിക്കുന്നപ്പോൾ.